ഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫേംസ് അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റി. മൂന്നാമത്തായിട്ടാണ് പഠിച്ചത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ പാർട്ട്ണർഷിപ്പാണ് വരേണ്ടത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് പഠിച്ചത്. അത് മൂന്നാമതായിട്ടാണ് വരേണ്ടത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അഥവാ സോൾ ട്രേഡർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ HUF അഥവാ ജോയിന്റ് ഹിന്ദു ഫാമിലി ഫേം, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ കമ്പനി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിൽ നിങ്ങൾ പഠിച്ചത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തായിരുന്നു നിങ്ങൾ അവിടെ പഠിച്ചത്? എന്താ? ജേണൽ എഴുതാൻ, ലെഡ്ജർ എഴുതാൻ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അവിടുന്ന് പാർട്ട്ണർഷിപ്പിലേക്ക് വന്നപ്പോൾ അതൊന്നും കാണാനില്ല, ജസ്റ്റ് എൻട്രിയും കുറേ അക്കൗണ്ടുകൾ മാത്രമായിട്ട് ചുരുങ്ങി. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഒരു പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങളാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടാതെ പോയിട്ടുണ്ടോ? കണക്ഷൻ ഞാൻ പറയുന്നത്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് അതായത് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ കമ്പനി AFSൽ പഠിച്ചത് എന്താ? കമ്പനീന്റെ ഫൈനൽ അക്കൗണ്ട്സ് നിങ്ങൾ പഠിച്ചത് അല്ലേ? അപ്പൊ അവിടെ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുക.